ഒരു കപ്പലപകട വാർത്തയാണ്. ഗൾഫ് ഓഫ് ഒമാനിൽ തീപിടിച്ച കപ്പലിലെ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേനയും ഇന്ത്യയിലെ കാനുലയിൽ നിന്ന് ഒമാനിലേക്ക് പുറപ്പെട്ട കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ത്യൻ നാവികസേനയുടെ INS തബാർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു എന്നാണ് വിവരം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, എപ്പോഴാണ് അപകടം സംഭവിച്ചത്? ഈ കപ്പലിൽ കൂടുതലും ഇന്ത്യക്കാരാണോ? ജീവനക്കാർ ആളുകളെയൊക്കെ മാറ്റേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് സ്ഥിതി? ഇന്നലെ വൈകിട്ടോടെയാണ് ഈ ഒമാൻ ഉൾക്കടലിൽ വെച്ച് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. MT ഈച്ചങ് 6 എന്ന് പറയുന്ന ഒരു എണ്ണ ടാങ്കറിലാണ് തീപിടുത്തം ഉണ്ടായത്. ആദ്യം ഉണ്ടാകുന്നത് അതിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് പിന്നീട് തീ പടർന്നു എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യൻ നേവി നാവികസേന അടക്കം നൽകുന്ന വിവരം. മാത്രമല്ല ഈ കപ്പലിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ച ഒരു അവസ്ഥയിലായിരുന്നു നിലവിൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമായിരിക്കുന്നത്. 14 ജീവനക്കാരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. ആ 14 പേരും ഇന്ത്യക്കാരാണ്. ഇവരെ എല്ലാവരെയും സുരക്ഷിതമായിട്ട് തന്നെ മറ്റൊരു കപ്പലിലേക്ക് INS തബാറിൻ്റെ തന്നെ മറ്റൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നിലവിൽ നാവികസേന വക്താക്കൾ നൽകുന്നുണ്ട്. മാത്രമല്ല തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. അത് തീ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് INS തബാറിലെ തന്നെ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരാണ്. 13 നാവികസേന അംഗങ്ങളും അതുപോലെ ഈ കപ്പലിലെ ഈച്ചങ് 6 എന്ന് പറയുന്ന ഈ കപ്പലിലെ 5 ജീവനക്കാരും ഈ കപ്പലിനകത്തേക്ക് ഇപ്പോൾ കയറി ഈ തീ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ടേത് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് തീയിൻ്റെ തീവ്രത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എണ്ണ ടാങ്കറാണ്, അതുകൊണ്ട് തന്നെ ഒരു പൊട്ടിത്തെറി കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രൂക്ഷാവസ്ഥയിലേക്ക് പോകുമെന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ തീ നിയന്ത്രണ വിധേയമായി വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നാവികസേന അറിയിക്കുന്നത്. INS തബാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒമാൻ ഉൾക്കടലിൽ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.